എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐശ്വര്യം കൂടെ വന്നതല്ലേ. അപ്പോൾ അതിരിക്കുട്ടൻ കുറേ ദിവസമായിട്ട് പറയുന്നു അവൻ അവനീസ് മാളിലൊന്ന് പോകണം, അവിടെ റൈഡ്സിലൊക്കെ ഒന്ന് കയറണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയായി. അപ്പോൾ ഐശ്വര്യം വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇന്നൊരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് മതി, നമുക്ക് വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും റോഡിലില്ലായിരുന്നു. അപ്പോൾ ഒരു 15 അതായത് 2:20 ആയപ്പോഴത്തേക്ക് 2:20-25 നമ്മൾ അവിടെ എത്തി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ 7 റിയാൽ നമ്മൾ കാർഡിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 റിയാലിൻ്റെ ഗെയിം കളിക്കാം കേട്ടോ. അങ്ങനെ 7 റിയാലൊക്കെ ചാർജ് ചെയ്തിട്ട് അതിൽക്കുട്ടന് കുറേ റൈഡ്സുകളിലൊക്കെ കളിക്കാനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഈ ഭൂതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് എറിഞ്ഞിങ്ങനെ വീഴ്ത്തണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു ടിക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്ര പോയിൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെന്നിട്ട് ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ടോയ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം ആദ്യമേ ഒരു പ്രാവശ്യം എറിഞ്ഞിട്ടും അപ്പം കുറേ അതിൽ നിന്ന് ടോക്കൺ പോലത്തെ കിട്ടിയായിരുന്നു. അങ്ങനെ അത് കൊണ്ട് ചെന്ന് നമ്മൾ വേറൊരു ബോക്സിലിടണം. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴാണ് അത് നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് എത്ര പോയിൻ്റ് ആണെന്നുള്ളത് നമ്മുടെ കാർഡ് വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം രണ്ടാമത് ഈ കാണുന്നത് ഈ റാറ്റുകളെ എല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടിച്ചു കൊല്ലുന്നതാണ് അടുത്ത ഒരു കളി. അപ്പോൾ അതിൽ കൂട്ടം വലിയൊരു ചുറ്റിയൽ പോലത്തെ സാധനം വെച്ചിട്ട് എലികളെ എല്ലാം ഇങ്ങനെ അടിച്ചു കൊല്ലുന്നതാണ് അടുത്ത കളി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ പോയിൻ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് ഒരെണ്ണം ചിലതൊക്കെ 600 പൈസ, ചിലത് 800 പൈസ, ചിലത് 1 റിയാൽ, അങ്ങനെയാണ് ഓരോ ഗെയിമുകളും. അപ്പോൾ അതേക്കൂട്ടം തീർത്തും എലികളെ അടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ ആ ഗെയിം കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് അവൻ പോയത് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ, ഒരു ടിക്കറ്റ് കണ്ടോ, അവിടുന്ന് കിട്ടുന്ന ഒരു ചെറിയ നീളമുള്ള സാധനമാണ്. അത് നമ്മൾ പോയിൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഈ മെഷീനിലോട്ട് ആക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര പോയിൻ്റ് കിട്ടും എന്നുള്ളതറിയാം. അപ്പം 4000 പോയിൻ്റൊക്കെ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ടോയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒക്കെ ഗെയിമല്ലേ കളിക്കുന്നുള്ളൂ. അപ്പം നമുക്കിന്ന് കളിച്ച് ഏകദേശം 200 പോയിൻ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് മേടിക്കുക. അപ്പോൾ അതിൻ്റേതായ ചെറിയ കുഞ്ഞു കാറുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് അതൊന്നും മേടിക്കാനായിട്ട് നിന്നില്ല, കുറേ പോയിൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിരിക്കുട്ടൻ വന്നിട്ട് മീനെ പിടിക്കുന്ന അടുത്ത കളിയാണ് ഈ കളിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കറക്കി ഓരോ മീൻ വരുമ്പോഴത്തേക്കും ആ മീനിൻ്റെ അനുസരിച്ചാണെന്ന് തോന്നുന്നു നമുക്ക് പോയിൻ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിരിക്കുട്ടൻ അതിൽ നിന്ന് കുറേ മീനെയൊക്കെ പിടിച്ചു. അപ്പോൾ ആ ഗെയിം ഏകദേശം 600 അങ്ങനെ എങ്ങാണ്ടായിരുന്നു, 600 പൈസയായിരുന്നു അതിന്. അപ്പോൾ അതിന് ഇത്ര സെക്കൻഡേ ഉള്ളൂ, ഒരു 60 വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ പൈസ ഇങ്ങനെ തീരുന്നത് പടപടാന്നായിരിക്കും. അപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല, പെട്ടെന്നായിരിക്കും കാർഡ് ഇങ്ങനെ ഓരോ കളികളും കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും പൈസ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ കളിയുടെ ഒരു ഹരം കാരണം എന്തോ ചെയ്യും, നമ്മളെല്ലാം ഇങ്ങനെ അവനെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അതിരിക്കുട്ടൻ ഒരു ഇതേ കണ്ടോ, വരുന്നതാണ് അതിൻ്റെ ആ ഒരു ടോക്കൺ പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിരിക്കുട്ടനാണെങ്കിൽ അതെല്ലാം കളിക്കണമായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉള്ള കുറേ കളികളൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാസ്ക്കറ്റ് ബോൾ പോലെയുള്ള ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കളി എന്താണെന്ന് വെച്ചാൽ അവൻ തവളകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിനെ അടിച്ചിട്ട് ആ കാണുന്ന ഹോളിലോട്ട് ഇങ്ങനെ ആ കാണുന്ന ചുറ്റിയൽ പോലത്തെ സാധനം വെച്ച് അടിക്കുമ്പോഴത്തേക്ക് കയറിപ്പോകുന്ന കളിയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ല, അവർക്ക് സന്തോഷകരമായിട്ടുള്ള കളികളാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഞാനും നന്ദേട്ടനും കൂടെ മത്സരമായിട്ടും ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നതാണ് കാണുന്നത്. ഒരു 3-4 പ്രാവശ്യം അതിനകത്ത് വീണ് കേട്ടോ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ആ നേരത്തെ ആ ഒരു ടിക്കറ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നഷ്ടമായിപ്പോയി. അപ്പോൾ കളി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിങ്ങനെ അതിൻ്റെ ഇത് കിട്ടാത്തതുകൊണ്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 3-4 പ്രാവശ്യം ആ ബാസ്ക്കറ്റിൽ ബോൾ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും നന്ദേട്ടനും കൂടെ മത്സര കളിയായിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം വീണ്ടും അതിരിക്കുട്ടൻ വന്നിട്ട് അടുത്ത ഈ മൃഗങ്ങളെ ഉണ്ടല്ലോ, നമ്മുടെ കാട്ടിലെ ജിറാഫ്, അതേപോലെയുള്ള സിംഹം, കടുവ, അങ്ങനെ കുറേ സ്നേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിക്കുന്നതാണ് അടുത്ത കളി. അപ്പോൾ അതിരിക്കുട്ടൻ അതിനെ പിടിച്ചിട്ട് ഒന്നിനെയും ഇങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഐശ്വര്യം ഇരുന്നിട്ട് ഓരോ മൃഗങ്ങളെയും ഇങ്ങനെ വലയിട്ട് പിടിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് അപ്പുറത്തിരുന്നിട്ട് അതിരിക്കുട്ടനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മൃഗങ്ങളെ പിടിക്കാനായിട്ട്. അത് ഇച്ചിരി ടഫായിരുന്നു.
എന്നിരുന്നാലും അവിടുന്ന് 3-4-5 മൃഗങ്ങളെയൊക്കെ പിടിച്ചു. അവിടുന്ന് എനിക്ക് തോന്നുന്നു ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കളികളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ വിചാരിച്ചു അതിരിക്കുട്ടനെ ഇനി 1-2 റൈഡ്സിലൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതിരിക്കുട്ടനെ ആണെങ്കിൽ ഞങ്ങൾ കളിച്ചാൽ മതി. അവന് റൈഡ്സുകളിൽ കയറുന്നതിലേ കാട്ടി കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കളികളൊക്കെ കളിക്കുന്നതായിരുന്നു കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ അതിരിക്കുട്ടൻ വന്നിട്ട് ഈ ഒരു കളി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ക്യാരംസ് ഒക്കെ കളിക്കത്തില്ലേ, അതേപോലെ ഒരു കളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് അപ്പുറവും ഇപ്പുറവും 2 ഹോളുണ്ട്. അപ്പോൾ അതിൽ വീണ് കഴിഞ്ഞാൽ പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല കളിയാണ്. പക്ഷേ ഈ പറയുന്നത് കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ എത്ര പെട്ടെന്ന് ആ കാർഡിൽ കാലിയാവുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ അടുത്തത് കാർ റേസിലാണ് അടുത്ത കളിക്കാനായിട്ട് വന്നത്. അപ്പം ഐശ്വര്യ എല്ലാത്തിനും അതിരിക്കുട്ടന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന കുട്ടികളുടെ ട്രെയിൻ. അപ്പോൾ അതിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അതിരിക്കുട്ടനെ അതിനകത്ത് കയറ്റാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിനെക്കാട്ടി കുട്ടിയായിരുന്നപ്പോഴേ ഏകദേശം ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ടേ അതിരിക്കുട്ടന് ഇതിനകത്ത് കയറുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ അതിരിക്കുട്ടനെ അതിലോട്ട് കയറ്റുന്നതാണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ കുറേ മൃഗങ്ങളെ ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്തോട്ട് വെച്ചിട്ട് അതിങ്ങനെ കറങ്ങി സ്പീഡിൽ വരുന്ന ഒരു കളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അവന് അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. ഇന്ന് അവന് ഈ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ബെൽറ്റൊക്കെ ഇട്ടു. അപ്പോൾ നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കയറ്റമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇറക്കമുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പം ഇച്ചിരി ഒരു പേടി തോന്നുമെങ്കിലും അവനിപ്പോൾ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ അതിരിക്കുട്ടന് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 കുട്ടികളാണെങ്കിൽ പോലും അവർ അപ്പോഴേ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 റൗണ്ട് എങ്ങാണ്ടാണ് അവർ ഇങ്ങനെ കറക്കി മേളിലോട്ടൊക്കെ കയറ്റി ഇറക്കിയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കളിക്കാനും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. അതേപോലെ തന്നെ ഒരു വളരെ അവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെ ട്രെയിനിൽ നിന്നൊക്കെ നമ്മുടെ അതിരിക്കുട്ടൻ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് അടുത്ത ഏത് റൈഡിൽ കയറണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പം വേറൊരു വലിയ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കയറുന്നില്ല, അവന് എന്തോ ഇപ്പോൾ അതിനകത്ത് ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരിച്ച് അങ്ങോട്ട് പോയി ഞങ്ങൾ എല്ലാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അവൻ പറഞ്ഞു എന്തായാലും അമ്മ നമുക്ക് അതിൽ കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിരിക്കുട്ടനും അവൻ്റെ അമ്മയും കൂടെയാണ് അതിനകത്ത് കയറിയത്. ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ റൈഡ് ഇച്ചിരി എനിക്ക് കയറാനായിട്ട് ഇച്ചിരി പേടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഉയരത്തിൽ പോയിട്ട് ടപ്പേന്ന് താഴോട്ട് വരും കേട്ടോ. അപ്പോഴേ എനിക്ക് ഒരു ഭയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കയറാനായിട്ട്. അപ്പം നമ്മുടെ അതിരിക്കുട്ടനും ഐശ്വര്യയും കൂടെ ഇന്ന് ഈ റൈഡിൽ കയറിയിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു നമുക്ക് കാണാമല്ലോ ഒരു ചെറിയൊരു ഭയം പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് അതിരിക്കുട്ടൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. എന്നിട്ട് അവൻ അതിലിരുന്നുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഹോയ് അപ്പൂസേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൻ അതിനകത്തിരുന്ന് എൻജോയ് ചെയ്തത്. പിന്നെ ആ റൈഡിലും കൂടെ കയറിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വന്നാൽ മതി അസൈബ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച്. അത് നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ തിരിച്ചു വരുമ്പോൾ അവിടെയും കൂടെ കയറി കടലിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന്. അപ്പോൾ വന്ന വഴിക്ക് നമ്മളെ മാക്ഡൊണാൾഡിൽ കയറി ഐസ്ക്രീമും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ മേടിച്ചു. അപ്പോൾ അതിരിക്കുട്ടൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് കേട്ടോ. ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല അവന്. അപ്പോൾ നമ്മൾ കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. അതിരിക്കുട്ടന് ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചു. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ തോനെ നേരം നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ബീച്ചിലും കൂടെ പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഇതേപോലെ സ്റ്റെപ്പുകൾ കാണുമ്പോഴത്തേക്ക് അതിരിക്കുട്ടന് അപ്പൂസിൻ്റെ എൻ്റെയും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അവൻ കാറിൽ കയറിയിട്ട് ഭയങ്കര സ്പീഡിലാണ് പാട്ട് വെക്കുന്നത്. സ്പീഡല്ല എന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദത്തിൽ നല്ല ശബ്ദത്തിലാണ് പാട്ട് വെക്കുന്നത്. എന്നിട്ട് ആ പാട്ട് കേട്ടിട്ട് അതിൽ കിടന്ന് അവൻ ഡാൻസ് കളിക്കുന്നു. എനിക്കറിയില്ല, കുത്തി മറിയുന്നു, എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ വികൃതിയൊക്കെ കാണിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. പിന്നെ ഞങ്ങൾ താമസിയാതെ തന്നെ കടലിലെത്തി കേട്ടോ. കടലിലെത്തിയപ്പം
നല്ല ഇതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തിര കുറവാണ് ഇവിടെ എല്ലാം. അതേപോലെ തന്നെ ഇന്ന് കടൽ കുറേ അകത്തോട്ട് ഉൾവലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദേ ഈ കാണുന്ന ബോട്ട് കണ്ടോ, ഇത് നല്ല രസമാണ് ഇതിൽ പോകാനായിട്ടേ. ഇത് വാട്ടർ സ്കൂട്ടറാണ്. അപ്പോൾ നന്ദേട്ടൻ്റെ കൂടെ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം നീന്തൊക്കെ അറിയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് മറിഞ്ഞൊക്കെ വീണാലോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം സത്യം പറഞ്ഞാൽ ഈ കടൽ കാണാൻ, അതായത് ഈ അസൈബ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം തന്നെയാണല്ലേ. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ഓരോ നമുക്ക് കാണാനും അതേപോലെ ജീവിക്കാനും ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 2 വരി പാട്ട് പാടാം. ഈ സ്വർഗസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ. അങ്ങനെ പാടിയ കവി ഹൃദയങ്ങൾ അല്ലേ, അങ്ങനെ പാടിയ കവി ഹൃദയങ്ങളെയൊന്നും മറക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.